ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. നമ്മൾ നിന്നേക്ക് നമ്മുടെ സ്വന്തം GTA San Andreasൻ്റെ വെബ് സീരീസ് കേട്ടിട്ട് കേട്ടോ. പിന്നെ നമ്മൾ മുമ്പ് സീറ്റ് നൈസായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് അറിയത്തില്ല, നമ്മൾ തിരിച്ച് വിളിച്ച് നോക്കാം. ഓക്കെ, ഞാൻ പുതിയ ഫോണൊക്കെ മേടിച്ചു കേട്ടോ. ഗൈസ് വിളിച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു മാഫിയ ലീഡർ, മാഫിയയുടെ ഒരു ഗ്രൂപ്പ് ലീഡർ മാത്രമേ ആ ലീഡർ സിറ്റി വന്നിട്ടുണ്ട്. അയാൾ വീട് താമസിക്കുന്നുണ്ട്. ആ വീട്ടിൽ ഒരു സൂപ്പർ കാർ എടുപ്പുണ്ട്. നൈസായിട്ട് അടിച്ചു വേണ്ടിയാണെന്ന് പറഞ്ഞേക്കുന്നത്. അത്യാവശ്യം നല്ല വിലയുള്ള കാറാണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രീറ്റൊക്കെ ഇപ്പം അത്യാവശ്യം ഫൈറ്റൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഗ്രോസ് സ്ട്രീറ്റിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം സെറ്റാക്കാനുണ്ട്. കുറച്ച് ഗൺസൊക്കെ ഇറക്കാൻ വേണ്ടി പൈസ അത്യാവശ്യം ആവശ്യമാണ്. സീജയുടെ അടുത്തുനിന്ന് എപ്പോഴും അവർക്ക് മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഏകദേശം ആ കാർ അടിച്ച് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഫ്രണ്ടിൽ കുറച്ച് സെക്യൂരിറ്റീസ് ഉണ്ട് മാഫിയ ബോസിൻ്റെ ഗണ്ണൊക്കെ വെച്ച് എന്തായാലും ഇതേ സെയിം ഇതൊക്കെ ചോർത്തി കൊടുത്ത് നമ്മൾ സ്പൈയാണ് ഗൈസ്, ആ ഒരു മാഫിയ ലീഡർ ഗ്രൂപ്പിലുള്ള. ഓക്കെ, പിന്നെ ആ സ്ട്രീറ്റ് അവിടെ ആ ഒരു മാഫിയ ലീഡർ വീട്ടിലുണ്ട്. ബട്ട് ആ ഒരു കാറുകൾ ലോക്കാണെന്ന് നമുക്കറിയില്ല. ചിലപ്പം മാഫിയ ലീഡറാണ് ഗൈസ്, ലോക്കൊന്നും ഇടാതെ പോയി കാണും, അറിയില്ല ഗൈസ്. എന്നാലും നമുക്ക് നോക്കാം. അവിടെ ചെന്ന് ലോക്കാണെങ്കിൽ നമുക്ക് കീ എടുക്കണം. മാഫിയ ലീഡർ വീട്ടിലുണ്ട്, കീ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്, മാഫിയ ലീഡർ. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ജസ്റ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് പറയുമ്പോൾ അവിടെ സീറ്റ് പറഞ്ഞേക്കുന്നത്. ഒരു കോട്ടൊക്കെ ഇട്ട്, ഒരു കോട്ടല്ല, ഒരു ഡ്രസ്സ്, ഏതൊരു ഹാറ്റും വെച്ചുകൊണ്ട് പോകാം. കാരണം ആ ഒരു മാഫിയ ലീഡർ എപ്പോഴും ഹാറ്റ് വെക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അപ്പം പൊടി കടിച്ച് ചിലപ്പോൾ വിചാരിക്കും മാഫിയ ലീഡറാണ്. അതുകൊണ്ട് തന്നെ ഇറങ്ങി പോകുമ്പോൾ വിചാരിച്ചോളും. ഓക്കെ, നമുക്ക് എന്തായാലും ഡ്രസ് ഷോപ്പിൽ ഇവിടെയൊക്കെ ഇടിച്ചിട്ട് നമ്മൾ വണ്ടി ഒരു പരിവാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ വണ്ടി നമ്മുടെ വീട്ടിൽ കിടപ്പുണ്ട്. നമ്മുടെ മറ്റേ വണ്ടി ഏതാ കൂട്ടാൻ്റെ വണ്ടി അത് പുറത്തിട്ടിട്ടാൽ വരുമ്പം വണ്ടി എടുത്തുകൊണ്ട് പൊക്കോളാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ സ്വന്തമായിട്ടൊരു വണ്ടിയൊന്നുമില്ല, ഉടൻ തന്നെ ഒരു വണ്ടി മേടിക്കണം. അപ്പം ഇതിൽ നിന്ന് എന്തായാലും ഈ ഒരു കാറിൻ്റെ പൈസ നമ്മൾ എടുക്കുന്നില്ല, കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല. എന്തായാലും നമ്മൾ ഗ്രോസ് സ്ട്രീറ്റ് ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്യാനാണ്. ഓക്കെ, മെമ്പേഴ്സൊക്കെ അത്യാവശ്യം വെപ്പൺസൊക്കെ കുറവാണ്, അവരയിലൊക്കെ പിസ്റ്റലൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഡ്രസ് ഷോപ്പിലോട്ട് എന്തോ. ഓക്കെ, അപ്പോൾ ആരും കേസ് നമ്മൾ നോക്കാം. ഓക്കെ, ആരും വിളിക്കുന്നുണ്ട് കേസ്, എടുത്ത് നോക്കട്ടെ. അപ്പോൾ കേസ് നമ്മൾ വിളിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ സീറ്റാണ്. ഈ സമയം ഇപ്പോൾ നമ്മുടെ ആ ഒരു ഏരിയയിൽ ഇന്ന് കുറച്ച് സെക്യൂരിറ്റി കുറവാണെന്നാണ് പറഞ്ഞത് നമ്മുടെ ആ ഒരു വീട്ടിൽ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഒരു മാഫിയ ബോസിൻ്റെ വൈഫ് വരുന്നുണ്ട്. അന്നേരം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എയർപോർട്ടിൽ വരുന്നുണ്ട്. അന്നേരം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കുറച്ച് ഗാർഡ്സിനെ ഇട്ടിട്ടുണ്ട്, അവരെ വിളിച്ചുകൊണ്ട് വരാൻ. അന്നേരം ഇന്ന് ഗാർഡ്സ് കുറവാണ്. മാഫിയ ബോസ് ഒറ്റയ്ക്കാണ് ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിടാം ഗൈസ്. ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് ഓരോ ഡ്രസ്സ് ഫുള്ളൊന്ന് സൂട്ടായിട്ട് വരാം. നമ്മൾ ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജാക്കറ്റാണോ കോട്ടാണോ എന്തോ ടൈപ്പ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ഹാറ്റും വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തുകൊണ്ട് എന്തായാലും ഇവിടുന്ന് നൈസായിട്ട് പോവാം. ആ ഒരു ഏരിയയിലൊക്കെ ലൊക്കേഷനൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് നമ്മുടെ സീറ്റ്. അപ്പോൾ ഞാൻ ഏകദേശം എത്തിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ചെറുതായിട്ട് ചെറിയ സ്പീഡ് കിട്ടും ഗൈസ്. നിങ്ങളെ ആ മൊത്തം ക്ലിപ്പും കാണിക്കണമെന്ന് വെച്ചാൽ കുറച്ച് വെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ നോക്കുമ്പോൾ ഗൈസ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് സെക്യൂരിറ്റി ഉണ്ട്. നമ്മളതിൻ്റെ ഇതിലേക്കൂടെ വരുമ്പോൾ സ്റ്റെപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ സീറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതിലേക്കൂടെ കയറണമെന്നൊക്കെ. ഓക്കെ, നമ്മളാണ്ട് ഇതിലാണ്ട് ചാടി കയറുന്നത്. ഇവിടെ പോകുന്നത് ഗൈസ്, നമ്മൾ സീറ്റ് എടുത്ത് ചാടി നൈസായിട്ട് താഴോട്ടൊക്കെ പോകാൻ നോക്കുന്നുണ്ട്. എന്തോന്ന് അറിയില്ല, സീറ്റിലേക്ക് ചെറിയ എന്തൊക്കെ കുഴപ്പമുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് എവിടെയോ ഈ വഴി കയറാൻ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ സ്വീറ്റ്. ഒക്കെ നമ്മൾ നല്ല മേളിലോട്ട് കയറി നോക്കാം. കയറി ചാടി താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, താണ്ട് അങ്ങോട്ട് കയറി ചെല്ലാം. ഓക്കെ, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്താണ് നമ്മുടെ സീജി കുടുങ്ങിയ കേസ്. ഓക്കെ, നമ്മൾ എന്തായാലും ഇപ്പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ ഒന്നും സെക്യൂരിറ്റീസ് ഇല്ല കേസ്, വണ്ടിയിൽ സെക്യൂരിറ്റീസ് ഒന്നും ഇല്ല ഇപ്പം. ഇതൊക്കെ അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള വീടാണ് കേട്ടോ. ഓക്കെ, ഇതാ ചാടി കയറുന്നത്. ഇവിടെ കയറുന്ന കേസ് നമ്മൾ സീജി ഇറങ്ങുന്നില്ല കേസ്. നമ്മളെന്തായാലും സീജിലോട്ട് കയറാം. ഓക്കെ, ഇതാ പോയത് കേസ്, തറയിൽ പോയിട്ടുണ്ട്. നമുക്ക് ചൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ എന്താണ് സൈഡിൽ സെക്യൂരിറ്റിൻ്റെ പണി കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മറ്റേ വഴി കൂടെ കയറി ഈ സൈഡിൽ കൂടെ കയറും. ആ ചാടി കയറാൻ പറ്റുന്നില്ല ഗൈസ്. നൈസായിട്ട് ചെറുതായിട്ട് പിന്നെ തെയ്യായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പുറത്തോട്ട് കയറാൻ പറ്റുന്നില്ല. സീജ് നീള ഗൈസ്. അതാ കയറി കൂടെ മാറിയിട്ട് നൈസ് ഫ്രണ്ട് കാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് കയറാൻ കേട്ടോ. ഏതാ കാറിന് എനിക്കറിയില്ല നൈസ്. എനിക്ക് കാറിനെ കുറിച്ച് വിവരമൊന്നും ഗൈസ്, ഏതാ കാറെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു അത്യാവശ്യം സ്പോർട്സ് കാറാണ് ഗൈസ്. ഇതാ താഴോട്ട് ഇറങ്ങുന്ന സെക്യൂരിറ്റീസൊക്കെ കാണും. ഇടിച്ചിടിച്ച് സെക്യൂരിറ്റീസ് ഒന്നും അനങ്ങിയിട്ടൊന്നുമില്ല.
ഓക്കെ നമ്മളെ സീറ്റ് ഒന്ന് ലൊക്കേഷനിലോട്ട് എന്തായാലും നമ്മളെ വീട്ടിൽ കൊണ്ടിടാനാണ് സീറ്റ് പറഞ്ഞത്. അതിന് മുമ്പ് ഇതിൻ്റെ പെയിൻ്റ് ഒന്ന് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. സീറ്റ് കണ്ടിട്ടുണ്ട്. വണ്ടിക്ക് എന്തായാലും കുഴപ്പമില്ല. നമ്മൾ നൈസായിട്ടത് പാർട്സൊക്കെ മാറ്റി ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ പാർട്സൊക്കെ മാറ്റി സിറ്റിയിൽ ഇതിൻ്റെ പാർട്സൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഷോപ്പൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് കൊടുത്താൽ അതേപോലെ നൈസായിട്ട് സെറ്റാക്കി തരുന്നതാണ് നമ്മൾ സീറ്റ് പറഞ്ഞേക്കുന്നത്. എന്തായാലും സ്പ്രേ ഷോപ്പിലോട്ടൊന്ന് പോവാം. നൈസായിട്ട് നമ്മൾ സ്പ്രേ ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഓക്കെ ഇവിടെ എഞ്ചിനും ചേഞ്ച് ആക്കി തരുമായിരിക്കും. ഓട്ടോ പാർട്സ് എന്ന് പറയുന്ന ഷോപ്പാണ് കേട്ടോ. സ്പ്രേ ഷോപ്പല്ല. ഇവിടെ വണ്ടിയുടെ ഇതൊക്കെ മെക്കാനിക് ചെയ്ത് എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. വണ്ടി അടച്ചിട്ടുണ്ട്. ഓക്കെ വണ്ടി നൈസായിട്ട് പണിഞ്ഞിറക്കിയിട്ടുണ്ട്. പെയിൻ്റൊക്കെ അടിച്ച്. ഓക്കെ വണ്ടിക്ക് ഇനി ഒന്നും പറ്റാതെ എത്തിയാണ് വയസ്സ്. എനിക്കിനി സീലിൽ അതിൻ്റെ പാർട്സ് ശരിയാക്കാൻ എളുപ്പമാണ്. ബട്ട് അതിന് ഭയങ്കര വിലയാണ് വയസ്സ്. ഇതിൻ്റെ പ്രത്യേകത സ്പീഡ് അതിൻ്റെയൊക്കെ എഞ്ചിനൊക്കെ ഭയങ്കര വിലയാണ്. ഓക്കെ നാളെ നമുക്ക് എന്തായാലും ഉടനെ തന്നെ ഒരു കാർ ഷോറൂം നമുക്ക് മേടിക്കണം. എന്ന് വെച്ചാൽ അപ്പം നമുക്ക് സീജയ്ക്ക് വലിയ പണിയൊന്നുമില്ല ഇവിടെ. ഈ പൈസയൊക്കെ എപ്പോൾ വേണമെങ്കിലും തീരാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാർ ഷോറൂം എടുക്കണം. ഓക്കെ ചെറിയൊരു കാർ ഷോറൂം മേടിക്കാം വയസ്സ്. സിറ്റിയിൽ തന്നെ അത്യാവശ്യം നല്ല കാർ ഷോറൂം. പിന്നെ ഈ കാറ് അടിച്ചു മാറ്റിയോണ്ട് തന്നെ നൈസായിട്ട് എന്തെങ്കിലും പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ സിറ്റിയിൽ എന്തായാലും അത്യാവശ്യം മാഫിയ ലീഡർ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് നല്ല പവറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എതിരെ പോലീസൊക്കെ തിരിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചിലപ്പോൾ മിക്കവാറും ഇവിടെ നിന്ന് മാറിയിരിക്കേണ്ടി വരും കേസ്. കാർ വീണ്ടും ഇടിച്ച് കേസ്. ഇത് ഏതവൻ ഐസ് കുറേ വന്നിരിക്കുന്ന ആടി ഈ ഇത് കാണിക്കുന്നത്. ഇത് ടാക്സിയൊക്കെ കയറിയ ഇതാ തറയപ്പോൾ അത്യാവശ്യം ഐസ് എല്ലാവരും വെട്ടിക്കാൻ വന്നതാണ്. നമ്മൾ എന്നാലും മേലോട്ട് കയറിപ്പോവാം. ഇവിടെ വീട്ടിലോട്ട് പോകാൻ കേസ്. വീട്ടിലോട്ട് പോവാം. ഓക്കെ ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു. ഏകദേശം നല്ല ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പോകണം. ഓക്കെ ഫ്രണ്ടിലോട്ട് ഡ്രൈവ് ചെയ്യാം. തട്ടി വയസ്സ് കാറ് തട്ടുന്നുണ്ട്. അടിയിൽ നല്ല ഹൈറ്റ് കുറവാണ്. ഓക്കെ അത്യാവശ്യം ഹൈറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ തട്ടുന്നുണ്ട് അടിയൊക്കെ. അതുകൊണ്ട് ഇവിടെ വണ്ടി ഉണ്ട് ഫ്രണ്ട്. തട്ടാതെ മറിക്കാത്ത അത്യാവശ്യം തട്ടാതെ മറിക്കാതെ കൊണ്ടാം. ഗൈസ് തട്ടി ഇല്ല. ഗൈസ് നൈസായിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടെത്തിയിട്ടുണ്ട്. ഗൈസ് രക്ഷപ്പെട്ടു. ഈ വണ്ടിക്ക് ഇങ്ങനെ അകത്ത് വന്നു. നമുക്ക് പ്രത്യേകിച്ച് ഗാർഡ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് പൊട്ടിക്കാൻ ആരുമില്ല ഗൈസ്. നമ്മുടെ വീട് അങ്ങനെ പുതിയ വീട് ആർക്കും അറിയില്ല ഗൈസ്. നമ്മൾ സീജനെ പെട്ടെന്ന് ആരും കണ്ടിട്ടില്ല. പുതിയ വീട് ആർക്കും അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ സേഫാണ്. ഓക്കെ കഴിഞ്ഞ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്രൈവറ്റായി പോയിട്ടുണ്ടായിരുന്നു വീഡിയോ. പിന്നെ ക്ലിയർ ആക്കി വന്നിട്ട് വ്യൂ ഒന്നും കയറിയില്ല. അത് കുഴപ്പമില്ല ഗൈസ്. നമ്മളെന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 90 സബ്സ്ക്രൈബേഴ്സാണ്. ഇനി നമുക്ക് 100 അടിക്കും ഗൈസ്. ഇതാണ് എൻ്റെ ഡ്രീം. ഓക്കെ ഗൈസ് ഒരു പരിപാടി ഇട്ടുണ്ട്. വണ്ടി അപ്പോൾ ഇതിലേക്ക് കയറ്റിയിടാം. ഓക്കെ നൈസായിട്ട് വണ്ടി കയറ്റിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം. ഇതൊക്കെ തന്നെ ഉള്ളു ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇടുന്ന എല്ലാവർക്കും ബൈ, സീ യു.